It is done. It is over. I finally don't have to support Portugal, man. No more Portugal. Okay? Orini evide kalichalum, I don't have to support Portugal. It is done. എന്റെ തമ്പുരാനെ, എടാ ഇതൊരു റൗണ്ട് ഓഫ് 16 വേൾഡ് കപ്പിലെ മാച്ച് ആണത്രേ. അതും അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫുട്ബോളർ, ഓക്കെ, ഓലെ പോർച്ചുഗൽ എന്നുള്ള ഒരു രാജ്യത്തിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫുട്ബോളറെ സംബന്ധിച്ച് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ച്. ആൻഡ് യജ്ജാദി ടാക്ടിക്സ്, യജ്ജാദി പെർഫോമൻസ് ബൈ ഓൾ ദ പ്ലേയേഴ്സ് അതർ ദാൻ കോസ്റ്റ. വാവ്. ഫസ്റ്റ് ഹാഫില് ഈ വേൾഡ് കപ്പിൽ ഇതുവരെ പോർച്ചുഗൽ കളിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണെന്നൊക്കെ തോന്നിപ്പോയി. ഓക്കെ, ചെറിയൊരു സാധനം ഒരു ഇട്ട് തന്ന്, ഞങ്ങൾ ഇന്ന് നന്നായി കളിക്കാൻ പോവാണ്, ഞങ്ങൾ ഇന്ന് കൂടുതൽ പ്രോഗ്രഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബോക്സിലേക്ക് ക്രോസുകളൊക്കെ കൊടുക്കാൻ നോക്കാം എന്നുള്ള ഒരു സാധനം തന്നിട്ട് സെക്കൻഡ് ഹാഫാണ് തുടങ്ങിയപ്പോ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് 3 മിഡ്ഫീൽഡേഴ്സ്, ഓക്കെ, ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആയിട്ടുള്ള, അതും കൺസിക്യൂട്ടീവ് ആയിട്ട് 2 തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയ 2 മിഡ്ഫീൽഡേഴ്സ് ആൻഡ് ലെഫ്റ്റ് ബാക്ക്, ആൻഡ് പ്രീമിയർ ലീഗിൽ അസിസ്റ്റ് റെക്കോർഡ് വെട്ടിച്ച ഒരു മിഡ്ഫീൽഡർ. നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എടാ മര്യാദക്ക് ബോക്സിക്ക് ഒരു 4 ക്രോസ് നിങ്ങൾ ആരെങ്കിലും ചെയ്തോ? ബോക്സിന്റെ ഉള്ളിലേക്ക് നല്ലൊരു ഒരു ത്രൂ ബോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തോ? എടാ ഇവരെ പറ്റിയൊക്കെ എന്താ പറയുക, എനിക്കറിയില്ല. കാരണം വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് തൊട്ട് കളി കണ്ട ഫുട്ബോളിനെ പറ്റി ABCD വിവരമുള്ള ആൾക്കാർ ഇതേ കാര്യങ്ങളെ പറയുന്നുണ്ട്. ഇതെന്താ ഇവർക്കൊരു കെമിസ്ട്രി ഇല്ലാത്ത, ഇതെന്താ ഈ പ്ലേയേഴ്സ് വേണമെന്ന് വെച്ച് കളിക്കാത്ത, ഇതെന്താ ഇവർ അറ്റാക്ക് ചെയ്യാത്തത് എന്ന്. റൗണ്ട് ഓഫ് 16 സ്പെയിനിനെതിരെ, അതും അത്ര സൂപ്പർ കളി കളിക്കുന്ന സ്പെയിൻ ഒന്നല്ല, ഓർക്കെതിരെ ഇവർ ഇതേ കളി. എടാ സ്പെയിനിന്റെ പ്ലേയേഴ്സ് പോലും മര്യാദക്ക് കളിച്ചിട്ടില്ല, അത് വേറെ കാര്യം കേട്ടോ. പോർച്ചുഗൽ എന്നല്ല, സ്പാനിഷ് പ്ലേയേഴ്സും അത്ര വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല. ഈ മാച്ചിൽ ആരും വലിയ സംഭവം കളിയൊന്നും കളിച്ചിട്ടില്ല. ആകെ മെറീനോ 90-ാം മിനിറ്റ് എന്തോ ആയപ്പോ ഇറങ്ങി, ഓനൊരു ഗോൾ അടിച്ച് സ്പെയിനിനെ ജയിപ്പിച്ച് പോയി, അത്ര ഉണ്ടായതുള്ളൂ. പക്ഷെ അതുവരെ ആരും ഒരു എടുത്തു പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കളി കളിച്ചിട്ടില്ല. ആ ഒരു യമാൽ വേഴ്സസ് നൂനോ ഡുവറ്റ് കുറച്ച് സമയം ഉണ്ടായിരുന്നു, നൂനോ കയറിപ്പോയതോടെ അതും തീർന്നു. യമാലും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് നിങ്ങളിന്റെ ബ്യൂട്ടിഫുൾ മോന്തായ എങ്ങനെ കണ്ടിരുന്നോളി. ഞാൻ അങ്ങനെ ആലോചിക്കുക എന്തൊക്കെ ഞാൻ ഇതിനെ പറ്റിയിട്ട് പറയാന്ന്. എങ്ങനെ പറഞ്ഞാലും ലാസ്റ്റ് ഞാൻ ബാക്കിയുള്ള പോർച്ചുഗീസ് പ്ലേയേഴ്സ് ഡിഡിൻ സ്റ്റെപ്പ് അപ്പ് എന്നുള്ള ഒരു പോയിന്റിലേക്കും, അതുപോലെ റോബർട്ടോ മാർട്ടീനസ് ആ ഒരു കോച്ച് ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷനെ ഡിസ്ട്രോയ് ചെയ്ത പോലെ അതിനേക്കാളും അത്രയും കിടലനായിട്ടുള്ള ഒരു സ്ക്വാഡിനെ കൊണ്ടുപോയി നശിപ്പിച്ച് കയ്യിൽ തന്ന് ഇനി അടുത്ത ഏതെങ്കിലും ജനറേഷനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ്. ഓക്കെ എടാ, ഈ ഒരു സ്ക്വാഡ് വെച്ചൊരു നല്ല ഫുട്ബോൾ ഒരു മാച്ചിൽ പോലും കാണിക്കാൻ കഴിയാത്തതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ട് എന്നല്ലാതെ പോർച്ചുഗൽ പുറത്തായതിൽ ഐ ഡോണ്ട് റിയലി കെയർ. ഓനോ ലൈക്ക് പോർച്ചുഗലിന്റെ അമ്മായിന്റെ വീടൊന്നുമല്ല. ഐ മീൻ എനിക്കും പോർച്ചുഗൽ തമ്മിൽ ബന്ധമൊന്നുമില്ല. ആകെയുള്ള ഒരു ബന്ധം റൊണാൾഡോ പ്ലേയിങ് ഫോർ ദാറ്റ് ടീം എന്നുള്ളതാ. ആൻഡ് റൊണാൾഡോക്ക് വേൾഡ് കപ്പ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് റൊണാൾഡോ എനിക്കുള്ള ഒരു ഇഷ്ടം അതുകൊണ്ട് കുറയൊന്നുമില്ലല്ലോ. സോ പേഴ്സണലി ഐ ഡോണ്ട് ഗീവ് എ ഷിറ്റ്. ആള് ഇനി അൽ നാസറിൽ പോയിട്ട് 1000 ഗോൾ അടിക്കാൻ നോക്കട്ടെ. ഐ വിൽ സെലിബ്രേറ്റ് ദാറ്റ് ഷെയിംലെസ്ലി. ഓക്കെ, നിങ്ങൾക്ക് ഇന്നറിയാലോ, ഐ ആം ഷെയിംലെസ് ഗൈസ്. ഹോണസ്റ്റ്ലി എനിക്ക് ഈ മാച്ചിനെ പറ്റി കുറെ പറയാനോ അല്ലെങ്കിൽ ടാക്ടിക്സ് ഒലത്താനോ ഒന്നും താല്പര്യമില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്, എക്സ്പെഷ്യലി സിൻസ് പോർച്ചുഗൽ ലോസ്റ്റ്. നമുക്ക് വെറുതെ ട്വിറ്ററിലൊക്കെ എന്താ പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ട്വീറ്റ്, റൊണാൾഡോ ക്രൈയിങ് ഓർ റൊണാൾഡോ ഹോൾഡിംഗ് ബാക്ക് ഹിസ് ടിയേഴ്സ് ആൻഡ് ആം ഐ സാഡ്. ഒരു 4 വർഷം മുന്നേക്കെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയ സങ്കടമൊക്കെ വരുമായിരുന്നു. ഇപ്പൊ നോ. എന്റെ ഉള്ളിലെ കുറെ ഫീലിങ്സ് ഒക്കെ പോയിട്ടുണ്ട്. അത് അണ്ണനോട് നല്ല, എനിക്ക് മൊത്തത്തിൽ ഇപ്പൊ ആരോട് ഒരു അങ്ങനെ ഒന്നുമില്ല. ഐ ആം സോ കുക്ഡ്. എന്റെ ഉള്ളിലെ ഇമോഷൻ ഒക്കെ ഇപ്പൊ പോയി തോന്നുന്നുണ്ട്. പിന്നുള്ളത് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ. ഇതാണ് എനിക്കും പറയാനുള്ളത്. ഓക്കെ, പോർച്ചുഗൽ തോറ്റതിന് നിങ്ങൾ റൊണാൾഡോനെ ക്രിട്ടിസൈസ് ചെയ്തോ? ആളുടെ ഭാഗത്തു നിന്നുള്ള സംഭവങ്ങൾക്കാണെങ്കിലും ആളെ പേടിച്ചിട്ടാണ്
യങ് പ്ലെയർ അല്ലെങ്കിൽ ഗോൺകാലോ റോമോസിനെ ഇറക്കാത്തത് എന്നുള്ള ടൈപ്പ് ഓഫ് വർത്താനൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ റൊണാൾഡോനെ ക്രിട്ടിസൈസ് ചെയ്തോ. ബട്ട് ബാക്കിയുള്ള ദിയാഗോ കോസ്റ്റിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദേ ആർ യങ്, മോസ്റ്റ് ഓഫ് ദം ആർ 25 ഓർ യങ്. ഓക്കെ, അതിൽ കളിക്കണ ബാക്കി എല്ലാ പ്ലേയേഴ്സും റൊണാൾഡോനെക്കാളും അറ്റ്ലീസ്റ്റ് 10 വയസ്സ് ഇളയതാടാ. അതും അവരുടെ പ്രൈമില് നിൽക്കുകയാണ് ഈ പ്ലേയേഴ്സ് ഒക്കെ. എന്നിട്ട് ഇവരെന്ത് തേങ്ങാക്കൊലെ കാണിച്ചത് ഈ ഒരു ഹോൾ ടൂർണമെന്റില്. ബ്രൂണോക്ക് ഗോൾ ഇല്ല, ആകെ ജാവോ നെവസിനാണ് എന്തെങ്കിലും ഒരു ഗോൾ ഉള്ളത്. പിന്നെ ഗോൺകാലോ റാമോസ് ഒരു ഗോൾ അടിച്ചു. വേറെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മെസ്സിക്ക് വേണ്ടിയിട്ട് ബാക്കി അർജന്റീന ടീംമേറ്റ്സ് കളിച്ച പോലെ റൊണാൾഡോക്ക് വേണ്ടി ഇവർ കളിക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. കാരണം ഈ നന്ദി, കടപ്പാട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതിനൊക്കെ തോന്നുള്ളൂ. അതൊന്നും ഇവർക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ എന്നോ പോർച്ചുഗൽ ടീം നന്നായിട്ടുണ്ടാവും. വേറെ പോലെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? അണ്ണൻ, ഇറ്റ്സ് ടൈം. ഓക്കെ, ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ മാത്രമാണ് ഞാൻ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. 90-ാം മിനിറ്റില് സ്പെയിൻ ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം പോർച്ചുഗൽ കുറച്ചേരം ഒരു അർജൻസി ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അറ്റാക്ക് ചെയ്യാനും ബോൾ ഒപ്പണന്റ് ബോക്സിൽ എത്തിക്കാനും ഒപ്പണന്റ് ഫൈനൽ തേർഡിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു അർജൻസി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം ലെവൽ ഇല്ലെങ്കിലും അതിന്റെ ഒരു 50% നിങ്ങൾ മാച്ചിൽ ഉടനീളം വേണ്ട, ഇനി ഒരു പകുതി സമയത്തെങ്കിലും നിങ്ങളൊന്ന് ആ ഒരു ടെമ്പോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ടെമ്പോ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ടെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ മാച്ചിൽ തോൽക്കൂല. കാരണം സ്പെയിൻ അത്ര നന്നായി ഫുട്ബോളൊന്നും അത്ര വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല. ഫസ്റ്റ് ഓൾക്ക് ഒരു ചാൻസ് കിട്ടി, ഇടക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടാന്നല്ല. അതും പോർച്ചുഗൽ മര്യാദക്ക് കളിക്കാത്തതുകൊണ്ട് ഓർക്ക് ചാൻസ് കിട്ടാത്തത്. ബോക്സൊക്കെ വെറുതെ 4 ക്രോസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് കോർണറെങ്കിലും കിട്ടും. എങ്ങനെ നിങ്ങളോട് പറയാ? അതായത് ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷമുള്ള 6 മിനിറ്റിൽ ഇവർ ചെയ്തിട്ടുണ്ട് കൂടുതൽ അറ്റാക്കിംഗ് സംഭവങ്ങൾ ബാക്കി 90 മിനിറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതേ സംഭവമാണ് ഡെയിലി ഡെയിലി എന്നല്ല, ഈ ഒരു ഹോൾ ടൂർണമെന്റിൽ നടന്നത്. എക്സെപ്റ്റ് ഉസ്ബെക്കിസ്ഥാൻ, ഈവൻ ആ മാച്ചിൽ ഒരു 10 ഗോൾ അടിക്കേണ്ടടുത്താണ് ഒരു അന്ന് 5 ഗോൾ അടിച്ചത്. അറ്റാക്ക് ചെയ്യാതെ നിങ്ങൾ എങ്ങനെ ജയിക്കുക? മറ്റേ അറ്റാക്ക് വിൻസ് യു ഗെയിംസ്, ഡിഫൻസ് വിൻസ് യു ടൈറ്റിൽ എന്നൊക്കെ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിലും ഈ ഡിഫൻസിന് ടൈറ്റിൽ വിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും അടിക്കണം. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അല്ലാതെ എല്ലാ കളിയും 0-0 ആയി ഞങ്ങൾ ജയിക്കാനൊന്നും പോണില്ല. ഇനിയിപ്പോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോർച്ചുഗലിനെ പറ്റിയിട്ട്. അണ്ണൻ നേഷൻസ് ലീഗ് കളിക്കുന്നൊക്കെ പറയണു, ആൻഡ് ഐ വിൽ നോട്ട് കെയർ. ഞാൻ അതിന് ഒരു സീരിയസ്നെസ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അണ്ണൻ അൽ നാസർ കളിക്കുന്ന കളി കാണും, അത്രേ ഉള്ളൂ. ആൻഡ് റൊണാൾഡോ ഫാൻസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ് മെൻഷൻ ചെയ്തതെന്ന് തോന്നുന്നു, ഇതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ബെറ്റർ ടൈം. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ആൻഡ് സ്റ്റോപ്പ് ടേക്കിംഗ് ദിസ് ഇൻ ടു യുവർ ഹാർട്ട്. നിങ്ങൾ കുറെ ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനും അതേപോലെ ഹാർട്ട് ബീറ്റ് കൂടുക, കുറെ ആൾക്കാർ കരയുന്നുണ്ടാവും. അതെല്ലാം ഓക്കെ, അതെല്ലാം ഫൈൻ. കാരണം നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ആളുടെ സങ്കടത്തിൽ നിങ്ങൾ പങ്കുചേരുക, ആ ഒരു ഇമോഷണൽ കണക്ഷൻ അഭിഹിതമൊക്കെ ഉള്ളതുകൊണ്ടാണ്. കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാക്കിയുള്ള ആളുകൾ നിങ്ങളെ റേജ് ബേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, നിങ്ങളെ പെയിനിൽ കൂടുതൽ മുറിവേൽപ്പിക്കാനൊക്കെ നോക്കും. ഡോണ്ട് റിയാക്ട്. ഓക്കെ, നമ്മൾ റിയാക്ട് ചെയ്താൽ മാത്രമേ അത് പിന്നെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് വരിക, കുറെ സംസാരമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു പറഞ്ഞോട്ടെ. ഓക്കെ, ഇത്ര ആലോചിച്ചാൽ മതി. 2022 വരെ നിങ്ങൾ അങ്ങോട്ടും കുറെ പറഞ്ഞിട്ടുണ്ടാവും. സോ ഓർക്കൊരു ചാൻസ് കിട്ടുമ്പോൾ ഒരു പറഞ്ഞോട്ടെ, അത് കേൾക്കുക, മിണ്ടാതിരിക്കുക, വീട്ടിൽ പോവുക, കഴിഞ്ഞു. അത്ര ഉള്ളത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദാറ്റ് സീരിയസ്. കാരണം റൊണാൾഡോ നമുക്ക് ചെലവിന് തരുന്നില്ല, മെസ്സി നമുക്ക് ചെലവിന് തരുന്നില്ല. ഒരു വീട്ടിൽ പോയാൽ ഒരു കുറച്ച് കഴിഞ്ഞാൽ ഒരു ഹാപ്പി ആവും. റൊണാൾഡോ ആളുടെ ഫാമിലിന്റെ ഒപ്പം ആളുടെ ക്ലബ് കരിയറിൽ ഫോക്കസ് ചെയ്യും, കഴിഞ്ഞു. അപ്പൊ അതേപോലെ ഇന്നും നാളെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സങ്കടപ്പെട്ടോ, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ലൈഫിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അല്ലാതെ ഇതിങ്ങനെ ആലോചിച്ചിരിക്കുക, കരയുക, അതിനൊന്നും ആവശ്യമില്ല. ഓക്കെ, ഇത്രക്ക് പേഴ്സണൽ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഈ സംഭവങ്ങളൊന്നും. ഇന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇപ്പൊ അങ്ങനെ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു 4 വർഷം മുന്നേ ഒക്കെ ഞാനും കുറെയൊക്കെ നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്കും സങ്കടം ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ചിന്താഗതിയിൽ ഒരാളാണ്. ഡെലൂഷണൽ ഷിപ്പ് എന്ന് ഞാൻ മാറിയിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ, ഇപ്പൊ നെയ്മർ പോയപ്പോഴും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നെയ്മർ ഇത് ഇങ്ങനെ ആലോചിച്ചാൽ പോരെ,
എന്തായാലും റൊണാൾഡോ മരിക്കണവരെ അല്ലെങ്കിൽ നമ്മൾ മരിക്കണവരെ ഒന്നും റൊണാൾഡോ ഫുട്ബോൾ കളിക്കാനൊന്നും പോണില്ല. ഒരു ഏജ് എത്തിയാൽ ആൾക്ക് റിട്ടയർ ചെയ്യേണ്ടി വരും. ആളെ ബോഡി ആ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ എന്നുള്ള ലെവലിന് അല്ലെങ്കിൽ ആൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിൽ കളിക്കാൻ അയക്കൂല. അപ്പൊ എന്തായാലും ആൾ ഒരു ദിവസം റിട്ടയർ ചെയ്യും. ഓക്കെ, വേൾഡ് കപ്പ് നേടിയിട്ട് റിട്ടയർ ചെയ്താൽ നമുക്കൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ 48 ടീംസ്, ഓൺലി വൺ വിൽ വിൻ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പോർച്ചുഗൽ പുറത്താവും എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് പോർച്ചുഗലിനെക്കാളും ഡിസേർവ് ചെയ്യുന്ന, എഫേർട്ട് ഇട്ടിട്ടുള്ള കളിക്കുന്ന ടീമുകളുണ്ട്. അപ്പൊ പിന്നെ എല്ലാ മാച്ചിലും പോർച്ചുഗൽ തട്ടിമുട്ടി ജയിച്ച് കപ്പ് അങ്ങനെ അടിക്കണം എന്ന് പറയുമ്പോൾ അതിനുള്ള ചാൻസസ് ഒക്കെ അത്രയും കുറവാ. അതുകൊണ്ട് തന്നെ ഞാനത് അധികം ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈ ഒരു വേൾഡ് കപ്പ് അടിച്ച് അണ്ണനൊരു ഹാപ്പി എൻഡിങ് ഒക്കെ കിട്ടുന്നു. ഓക്കെ, ഫൈനലായിട്ട് വേറൊരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം അബൌട്ട് ദ ഗോട്ട് ഡിബേറ്റ്. ഓക്കെ, റൊണാൾഡോ ഈസ് സ്റ്റിൽ മൈ ഗോട്ട്. അതായത് മെസ്സിന് ഇപ്പൊ 2 വേൾഡ് കപ്പ് 3 വേൾഡ് കപ്പ് ഇനി ഒരു എക്സ്ട്രാ ബാലൻഡോർ ഇനി 10 അടിച്ചാലും റൊണാൾഡോ എന്റെ ഗോട്ട് അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ചോയ്സ് എന്നുള്ള ഒരു സംഭവം മാറാനൊന്നും പോണില്ല. അത് ഞാൻ മെസ്സിനെ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടല്ല. ഈ ഒരു ഗോട്ട് ഡിബേറ്റിൽ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫുട്ബോൾ മാത്രം വെച്ചിട്ടാണ് നമ്മളൊക്കെ ഗോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന്. നോട്ട് റിയലി. ഓവറോൾ മെസ്സി റൊണാൾഡോനേക്കാൾ ഒരു ബെറ്റർ ഫുട്ബോളർ ആണ് ആളുടെ ഹോൾ കരിയേഴ്സ്. അവരുടെ കരിയേഴ്സ് എടുത്ത് നോക്കുമ്പോൾ എന്നുള്ളത് ഇറ്റ് ഈസ് എ ഫാക്ട്. ആൻഡ് അത് ഞാനൊക്കെ എന്നോ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഒരിക്കലും അങ്ങനെ ഫുട്ബോൾ മാത്രം വെച്ചിട്ട് ഇവരെ കമ്പയർ ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് റൊണാൾഡോക്ക് വേൾഡ് കപ്പ് ഇല്ലാന്ന് വെച്ചിട്ട് റൊണാൾഡോ ഇന്റെ ഗോട്ട് അല്ലാതായി മാറൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ, ഇതൊക്കെ അത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇനിയും അൽ നാസറിന്റെ മാച്ചസ് കാണും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വേറെ ആരെങ്കിലും അൽ നാസറിന്റെ മാച്ചസ് കാണുമോ റൊണാൾഡോക്ക് വേണ്ടിയിട്ടല്ലാതെ? ഐ മീൻ റൊണാൾഡോന്റെ ആ ഒരു സംഭവം കാണാനല്ലാതെ. അത്രേ ഉള്ളൂ ഇതൊക്കെ. നിങ്ങള് കാര്യങ്ങളൊക്കെ കമന്റ്സിൽ പറയും. ബൈ ബൈ.